സ്വർണ്ണക്കടത്ത് കണക്ക് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയ്ക്കെതിരല്ല, ഒരു മതവിഭാഗത്തെ എതിർക്കുന്ന സമീപനം തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അൻവറിന് പ്രത്യേക അജണ്ടയുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കോഴിക്കോട് നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, സ്വർണ്ണക്കടത്തിലെ കണക്ക് മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയ്ക്ക് എതിരല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെയൊക്കെ അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായത്. കാരണം മലപ്പുറം വിരുദ്ധനാണ് താൻ, മുസ്ലിം വിരുദ്ധനാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയൊക്കെ തന്നെ മറുപടി പറയുന്നൊരു രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം നമ്മളിന്ന് കണ്ടത്. മറ്റൊന്ന്, മലപ്പുറത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹവാല അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കണക്കുകളാണ്. ആ കണക്കുകൾ പറയുമ്പോൾ എങ്ങനെയാണത് ഒരു ജില്ലയ്ക്ക് എതിരാകുന്നത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് ഇത്തരം ആരോപണങ്ങളെയൊക്കെ തന്നെ കൃത്യമായ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഖണ്ഡിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2020 മുതലുള്ള കേരളത്തിലെ ഈ ഒരു സ്വർണ്ണക്കടത്ത് കണക്കിൽ ആകെ പിടികൂടിയത് 147 കിലോ സ്വർണമാണ്. ഇതിൽ തന്നെ 124 കിലോഗ്രാമും പിടികൂടിയത് കരിപ്പൂർ വഴിയുള്ള സ്വർണമാണ്. സ്വാഭാവികമായും വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ കണക്കിൽ തന്നെയായിരിക്കും ഈ സ്വർണ്ണക്കടത്ത് കേസുകൾ ഒക്കെ തന്നെ വരിക. അപ്പോൾ അതൊരു ജില്ലയ്ക്കെതിരായി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഹവാല പണമിടപാടും ഏറ്റവും അധികം പിടികൂടിയിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. 87 കോടി രൂപയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. ഇതെല്ലാം തന്നെ കൃത്യമായ കണക്കുകളാണ്. ആ കണക്കുകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ജില്ലയ്ക്കെതിരാകുന്നതെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യങ്ങളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വർണ്ണക്കടത്തുകാരെയും ഹവാല പണം ഇടപാടുകാരെയും അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് പൊള്ളുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുന്നു. ഇത്തരക്കാരെ പിടികൂടേണ്ട എന്നാണോ ഈ പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ ചോദിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. സ്വർണം കടത്തുന്നതും ഹവാല നടത്തുന്നതും രാജ്യസ്നേഹം എന്ന രീതിയിലാണോ വ്യാഖ്യാനിക്കേണ്ടതെന്നും അദ്ദേഹം ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതേസമയം ഇത്തരം ആരോപണങ്ങളെയൊക്കെ തന്നെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളിൽ ഒരു മൃദു സമീപനം അല്ലെങ്കിൽ ഒരു അത്ര ശക്തമല്ലാത്ത വിമർശനം മാത്രമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം PV അൻവർ LDFന്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ആരുടെ ഭാഗമാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ പറയട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ വെറുതെ തള്ളിക്കളയുകയല്ല താൻ ചെയ്തത്. ഒരു MLA ഉന്നയിച്ച ആരോപണം എന്ന നിലയിൽ അതിനെ ഗൗരവമായി തന്നെ കണ്ടിട്ടുമുണ്ട്. മാത്രമല്ല, ഇതിനുവേണ്ടി സംസ്ഥാനത്തെ മികച്ച പോലീസുകാരെ തന്നെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. ഇതിൽ സർക്കാരിന് ഒന്നും തന്നെ മറച്ചു വെക്കാനുമില്ല. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും. എന്നാൽ നടപടി ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഒരു പ്രത്യേക അജണ്ടയുമായി PV അൻവർ MLA ഇറങ്ങി പുറപ്പെട്ടു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വ്യക്തമാക്കുകയുണ്ടായി. നിഖിൽ, ശരി മിഥുൻ, എന്തായാലും സ്വർണ്ണക്കടത്തിലെ കണക്ക് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്ത് മലപ്പുറം ജില്ലയ്ക്ക് എതിരല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മതവിഭാഗത്തെ എതിർക്കുന്ന സമീപനം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് മിഥുൻ പിള്ള.